നാട്ടിലെ വിഷു ആഘോഷിക്കുന്നത് ഏപ്രിൽ 15 ആണ്, അതായത് മേടം 2 ആണ്. സാധാരണയായിട്ട് മേടം 1 വിഷു ആഘോഷിക്കാറുള്ളതെങ്കിലും സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുന്ന സമയം സൂര്യോദയത്തിന് ശേഷമാണെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് വിഷു ആഘോഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വിഷു മേടം 2 വന്നത്. വിഷുവിൻ്റെ ഐതിഹ്യങ്ങളെന്ന് പറയുമ്പോൾ നരകാസുരവധമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ പറയാറുള്ളത്. ഭഗവാൻ കൃഷ്ണൻ നരകാസുരൻ്റെ മേൽ വിജയം കൈവരിച്ച ദിവസമായിട്ടാണ് വിഷുവിനെ കരുതുന്നത്. അസുരശക്തിക്ക് മേലെ വിജയം നേടിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് വിഷുക്കണിയിൽ കൃഷ്ണ വിഗ്രഹം വെക്കുന്നത് എന്നാണ് ഇത്. അതേപോലെ തന്നെ രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് സൂര്യനെ ഉദിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്നും ശ്രീരാമൻ രാവണനെ വധിച്ചതോടെ സൂര്യൻ വീണ്ടും കിഴക്ക് തന്നെ ഉദിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ സന്തോഷം കൂടിയാണ് വിഷു എന്നും പറഞ്ഞിട്ട് വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഐശ്വര്യപൂർണമായ ഒരു വർഷത്തിൻ്റെ പ്രതീക്ഷയോടെയാണ് നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത്. ഒരു ഓട്ടുരുളിയിൽ ഉണക്കല്ലരി നിരത്തി അതിൽ കണിവെള്ളരി, കൊന്നപ്പൂവ്, വെറ്റില, പഴുത്ത അടയ്ക്ക, നാളികേരം, കസവുമുണ്ട്, സ്വർണം, സിന്ദൂരച്ചെപ്പ്, വാൽക്കണ്ണാടി, ഗ്രന്ഥങ്ങൾ, മാമ്പഴം, ചക്ക തുടങ്ങിയവയൊക്കെയാണ് വയ്ക്കുക. ഇത് കാർഷികോത്സവം കൂടിയാണ് വിഷു എന്ന് പറയുന്നത്. എല്ലാതരം കാർഷിക വിളവെടുപ്പുകൾ കഴിഞ്ഞ് അത് നമ്മൾ ഭഗവാന് സമർപ്പിച്ച് കണി കണ്ടുണരുന്ന ഒരു വർഷത്തേക്കുള്ള കണി കണ്ടുണരുന്ന നന്മ തന്നെയാണ് വിഷു എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ വിഗ്രഹവും നിലവിളക്കവും വെച്ചിട്ട് നമുക്ക് കണിയൊരുക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്താണ്. എല്ലാവർക്കും സമ്പൂർണമായ ഒരു നല്ലത് വർഷം അങ്ങോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷു ആശംസകൾ.